ദൈവത്തിന്റെ ന്യായവിധിയിൽ ആരൊക്കെ സ്വർഗത്തിൽ പോകും, ആരൊക്കെ നരകത്തിൽ പോകും എന്ന് തീരുമാനിക്കുന്ന ആ ദിവസത്തെക്കുറിച്ചുള്ള കത്തോലിക്ക സഭക്കാരുടെ ലാറ്റിൻ ഗീതത്തിലെ ചില വരികളിലാണ് ഡൈസെറെ എന്ന പദം സൂചിപ്പിക്കപ്പെടുന്നത്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവൻ. നല്ലൊരു കഥയിൽ ഭീതി ഉളവാക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് 2 മണിക്കൂറിൽ താഴെ പ്രേക്ഷകൻ തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കണ്ടിരിക്കാവുന്നതല്ല, കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വാക്ക് ഉപയോഗിച്ചതെന്ന് ചോദിച്ചു. മോഹൻ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ട് ഒരു കെയർ ഫ്രീ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഒരു നിമിഷത്തിൽ അയാൾ പോലും അറിയാതെ എത്തപ്പെടുന്ന ചില സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്, ആ എലമെന്റ്സിന് അയാളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, ഇതൊക്കെയാണ് സിനിമ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം. റോഹനായി പ്രണവ് മോഹൻലാൽ തന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ക്രിസ്റ്റോ സേവിയർ എന്ന മ്യൂസിക്കിന് ഈ സിനിമയുടെ ഹൊറർ എലമെന്റ് എന്തിനേറെ പറയുന്നു, ഒരു ക്ലിപ്പിനായാലും ഒരു ചിലങ്കയ്ക്കായാലും കാറ്റിന് പോലും ഭീതി ഉണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ അവസാനം ഒരു ഗാനത്തിലൂടെയാണ് ഇതിന്റെ എൻഡ് ക്രെഡിറ്റ്സ് മുമ്പോട്ട് പോകുന്നത്. അത് നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ കേട്ട ശേഷമേ പുറത്തു പോകാവൂ, എങ്കിലേ ഫിലിം കംപ്ലീറ്റ് ആവും. വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫേഴ്സ് ഇൻ അവർ ഇൻഡസ്ട്രി, ഷെഹനാസ് ജലാൽ. ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള വിഷ്വൽസും ഇന്നർ മീനിങ്ങും ഉണ്ട്. അത് ക്ലിയർ ആയിട്ട് ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യാൻ ഷെഹനാദിന്റെ ഫ്രെയിംസിന് സാധിക്കുന്നുണ്ട്. ഷഫീഖ് മുഹമ്മദിന്റെ എഡിറ്റിംഗും പെർഫെക്റ്റ് ആയിരുന്നു. ഇനി പെർഫോമൻസസിലേക്ക് വരാം. പ്രണവ് മോഹൻലാൽ എന്ന നടൻ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നവരുടെ അന്നനാളത്തിൽ കൊടുത്ത മറുപടിയാണ് ഈ ചിത്രം. റോഹൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് അദ്ദേഹം ജീവിച്ചു എന്ന് പറഞ്ഞാലും തെറ്റില്ല. ജിബിൻ ഗോപിനാഥ്, ഒരു തവണ ജീവിതത്തിൽ അദ്ദേഹത്തെ കാണാൻ സംസാരിക്കേണ്ട അവസരം കിട്ടി. പിന്നീടാണ് അറിയുന്നത് ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന്. കാക്കിക്കുള്ളിലെ കലാഹൃദയം, അതിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. മധുസൂദനൻ പോറ്റിയായി അദ്ദേഹം തന്റെ വേഷം വളരെ ഭംഗിയായി, എന്തിന് ഒരു ചെറിയ നോട്ടം കൊണ്ടുപോലും പ്രേക്ഷകനെ ഭീതി ജനിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആസ് എൻ ആക്ടർ വിറ്റ്നസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ തന്ന നടനാണ് അരുൺ അജിത് കുമാർ. ഈ സിനിമയിൽ കനി എന്ന് പറയുന്ന കഥാപാത്രത്തിന് സഹോദരനായി അഭിനയിക്കുന്ന അരുൺ പല സീൻസിലും അയാളുടെ എക്സ്പ്രഷൻസും ഇമോഷൻസും ഒക്കെ നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന രീതിയിലാണ് പെർഫോം ചെയ്തു വെച്ചിട്ടുള്ളത്. ചില കഥാപാത്രങ്ങൾ പേരിലൂടെയും അല്ലാതെയും ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് ഈ സിനിമയ്ക്ക് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടിപ്പോയാൽ 20 കഥാപാത്രങ്ങൾ ഉണ്ടാവും ഈ സിനിമയിൽ. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ഈ ഫിലിം കണ്ടിട്ട്. ഒരു ത്രില്ലർ സിനിമ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയ്ക്ക് മുകളിൽ നിന്നൊരു സിനിമയാണ്. പേഴ്സണൽ റിക്വസ്റ്റ് ആണ്, ആരും ഈ സിനിമയെ രാഹുൽ സദാശിവനെ മറ്റ് ഫിലിംസുമായിട്ട് കമ്പയർ ചെയ്യരുത്. അങ്ങനെ ഒരു ജഡ്ജ്മെന്റിൽ നിങ്ങൾ എത്തരുത്. ഓരോ സിനിമയ്ക്കും അത് ഡിസേർവ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ആ തരത്തിൽ തന്നെയാണ് ഈ സിനിമയെ അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഷോയ്ക്ക് പറ്റിയ ഐറ്റം. ഒരു നല്ല ത്രില്ലർ സിനിമയാണെന്നുള്ള എക്സ്പെക്ടേഷനിൽ പോയാൽ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയി ഡൈസറായി മാറും. ഈ സിനിമ കണ്ട് വീട്ടിൽ വരുന്നത് തന്നെ സത്യം പേടിച്ചിട്ടാണ്. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഈ സിനിമയിലെ പല വിഷ്വൽസ് നമ്മൾ മൈൻഡിൽ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഈ സിനിമ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഫിലിം. ജംപ് സ്കെയർസും ഒക്കെ വെച്ച് പരിപാടി സെറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ നമ്മളോട് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.